പാലക്കാട് ജില്ലയിൽ യു.ഡി.എഫിന്റെ വമ്പൻ ട്വിസ്റ്റ്. ഇവിടെ പാലക്കാട് യു.ഡി.എഫിന്റെ മുന്നേറ്റം പറയുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിച്ചോട്ടെ. രാഷ്ട്രീയ കേരളത്തിൽ പ്രധാനമായും 3 മുന്നണികൾ തമ്മിലാണ് പലപ്പോഴും തിരഞ്ഞെടുപ്പിൽ മാറ്റുരയ്ക്കുന്നത്. അതിൽ പ്രധാനമായും യു.ഡി.എഫ്, എൽ.ഡി.എഫ് മുന്നണികളാണ് കാലാകാലങ്ങളായി ഏറ്റുമുട്ടി ഭരണത്തിലെത്തുന്നത്. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 2021 ഒരു മുന്നണി തന്നെ 2ാം തവണയും അധികാരത്തിൽ വരുന്നത്. അത് എൽ.ഡി.എഫ് മുന്നണിയാണ്. ഈ സ്ഥിതിയിലാണെങ്കിലും മൂന്നാമത്തെ മുന്നണിയായ എൻ.ഡി.എ, പ്രത്യേകിച്ചും എൻ.ഡി.എ മുന്നണിയെ നയിക്കുന്ന ബി.ജെ.പിയുടെ ഒരു വളർച്ച കേരളത്തിൽ ഇക്കാലങ്ങളിൽ ഉയർന്നു വന്നിട്ടുണ്ട്. മുൻപും ബി.ജെ.പിക്ക് നേരിയ സ്വാധീനമുള്ള ജില്ലയാണ് കാസർഗോഡ്, പാലക്കാട്, തിരുവനന്തപുരം ഈ ജില്ലകൾ. ഈ ജില്ലകളിൽ ചില മണ്ഡലങ്ങളാണ് ഇവർക്ക് സ്വാധീനം കൊടുക്കുന്നത്. പക്ഷേ അസംബ്ലി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ബി.ജെ.പിക്കോ സി.പി.എമ്മിനോ യഥാർത്ഥ പൊളിറ്റിക്സ് പറയാൻ കഴിയില്ല. കപടത നിറഞ്ഞ പൊളിറ്റിക്സിലൂടെ അവർ അധികാരത്തിലെത്താൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു കാലത്ത് സി.പി.എമ്മിന്റെ കയ്യിലായിരുന്നു പാലക്കാട്. സാധാരണക്കാരായ കർഷകർ അധിവസിക്കുന്ന പ്രദേശങ്ങളിൽ ആ കാലത്ത് കപട തൊഴിലാളി സ്നേഹം നടിച്ച് ജനത്തെ തെറ്റിദ്ധരിപ്പിച്ച് കയറിയവരെ പിന്നീട് ജനം തിരിച്ചറിഞ്ഞതോടെ പലപ്പോഴും പടിക്ക് പുറത്തു നിർത്തുകയായിരുന്നു. ഇത് പാലക്കാടിന്റെ മാത്രം കാര്യമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്ന കാര്യമാണ്. അതുകൊണ്ട് സി.പി.എം മന്ദീഭവിക്കുകയും ബി.ജെ.പി വളരാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് യു.ഡി.എഫ് തങ്ങളുടെ ഭാഗധേയം കൃത്യമായി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകത വരുന്നത്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി യു.ഡി.എഫിന്റെ യുവതലമുറയുടെ ശക്തമായ തിരിച്ചുവരവ് കേരളത്തിൽ മൊത്തത്തിൽ എന്ന പോലെ പാലക്കാടും ശ്രദ്ധാകേന്ദ്രമാക്കി കുതിപ്പ് തുടരുകയാണ്. കോൺഗ്രസ് മിഷൻ 2026 പ്രഖ്യാപിച്ചതിന് പിന്നാലെ പാലക്കാട് കേന്ദ്രീകരിച്ച് പ്രവർത്തനം ത്വരിതപ്പെടുത്തുകയാണ് കോൺഗ്രസ്. ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് യു.ഡി.എഫ് അവിടെ വിജയമുറപ്പിച്ചത്. 12 സീറ്റുകളാണ് പാലക്കാടുള്ളത്. അതിൽ 6 സീറ്റുകൾ യു.ഡി.എഫ് നേടും എന്നതാണ് കണക്കുകൂട്ടൽ. ബി.ജെ.പിക്ക് അവിടെ ഒരു സീറ്റ് പോലും പിടിക്കാൻ സാധിക്കില്ല. കഴിഞ്ഞ തവണ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ച വിവാദങ്ങളും പ്രസ്താവനകളും ഒക്കെയായി ചൂടുപിടിച്ചെങ്കിലും ജയം ഷാഫി പറമ്പിൽ തന്നെ നേടുകയായിരുന്നു. കോങ്ങാട്, പാലക്കാട്, ഒറ്റപ്പാലം, മലമ്പുഴ, തൃത്താല, ചിറ്റൂർ, മണ്ണാർക്കാട്, പട്ടാമ്പി, ആലത്തൂർ, നെന്മാറ, ഷൊർണൂർ, പാലക്കാട് എന്നീ 12 മണ്ഡലങ്ങളിൽ യു.ഡി.എഫിന് 2 സീറ്റുകളാണ് ഇപ്പോൾ കയ്യിലുള്ളത്. കോൺഗ്രസിനൊന്നും ലീഗിനൊന്നും എന്നതാണ് കക്ഷിനില. പട്ടാമ്പി മണ്ഡലം ദീർഘകാലമായി കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു. എന്നാൽ ഇപ്പോൾ സി.പി.ഐയുടെ മുഹമ്മദ് മുഹസിലാണ് എം.എൽ.എ. യു.ഡി.എഫിന്റെ യുവ പോരാളി റിയാസ് മുക്കോളി മത്സരിച്ച് പരാജയപ്പെട്ട പട്ടാമ്പിയിൽ അടുത്ത തവണയും റിയാസ് മുക്കോളിയെ തന്നെ കളത്തിലിറക്കി മണ്ഡലം പിടിക്കുക എന്നതാണ് യു.ഡി.എഫിന്റെ ലക്ഷ്യം. ആലത്തൂർ നിയോജക മണ്ഡലത്തിലേക്ക് വന്നാൽ സി.പി.എമ്മിലെ കെ.ഡി. പ്രസന്നനാണ് നിലവിൽ എം.എൽ.എ. സി.പി.എമ്മിന് കൃത്യമായ വേരോട്ടമുള്ള ആലത്തൂർ മണ്ഡലം യു.ഡി.എഫിന് ഒരു പ്രഹേളിക ആണെങ്കിലും കൃത്യമായ ആസൂത്രണം ഈ മണ്ഡലത്തിൽ യു.ഡി.എഫ് ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. സാധ്യത കുറവാണെങ്കിലും യു.ഡി.എഫ് അവിടെ തങ്ങളുടെ ശക്തമായ സാന്നിധ്യം അറിയിച്ചിരിക്കും. നെന്മാറ സമീപകാലത്ത് സി.പി.എമ്മിനൊപ്പം ചാഞ്ഞ മണ്ഡലമാണ്. കഴിഞ്ഞ തവണ CMBയുടെ സീറ്റായിരുന്നു ഇത്. ഇത്തവണ അത് കോൺഗ്രസ് ഏറ്റെടുത്ത് ആ സീറ്റ് പിടിക്കുക എന്നതാണ് DCC വിചാരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല താനും. ഒറ്റപ്പാലം ഇപ്പോൾ സി.പി.എമ്മിന്റെ കയ്യിലാണ്. അന്ന് സരിൻ മത്സരിച്ച് അവിടെ പരാജയപ്പെട്ടിരുന്നു. പിന്നീടാണ് സരിൻ സി.പി.എമ്മിലേക്ക് കളം മാറിയത്. ഇവിടെ പി. ഹരിഗോവിന്ദൻ മാഷിനെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ഒരു സമയം പരിഗണിച്ചിരുന്നു. പിന്നീടാണ് സരിൻ എത്തുന്നത്. ഹരിഗോവിന്ദൻ മാഷ് മത്സരിച്ചാൽ മണ്ഡലം അനായാസേന പിടിച്ചെടുക്കാൻ കഴിയും എന്നത് ഉറപ്പാണ്. മണ്ണാർക്കാട് മണ്ഡലം ലീഗിന്റെ പൊന്നാപുരം കോട്ടയാണ്. പക്ഷേ കഴിഞ്ഞ തവണ നേരിയ 5000 വോട്ടിന്റെ ഭൂരിപക്ഷമായതിനാൽ ഇത്തവണ ഒന്ന് ആഞ്ഞു പിടിക്കേണ്ടി വരും യു.ഡി.എഫിന്. എങ്കിൽ ഈ മണ്ഡലവും ലീഗിന്റെ ഒപ്പം നിൽക്കാനാണ് സാധ്യത. ഷൊർണൂർ മണ്ഡലത്തിലേക്ക് വന്നാൽ സി.പി.എമ്മിലെ മമ്മിക്കുട്ടിയാണ് എം.എൽ.എ. 2026 സന്ദീപ് വാര്യർ ഇവിടെ സ്ഥാനാർത്ഥിയായാൽ അവിടെ കോൺഗ്രസിന് വിജയിക്കാൻ കഴിയുമെന്നാണ് കണക്കുകൂട്ടൽ. ചിറ്റൂർ മണ്ഡലത്തിൽ ജനതാദൾ സെക്യുലർ കൃഷ്ണൻകുട്ടിയാണ് നിലവിലെ എം.എൽ.എ. വൈദ്യുതി മന്ത്രിയായ അദ്ദേഹം അടുത്ത തവണ മത്സരിക്കാൻ സാധ്യതയില്ല. അങ്ങനെ വന്നാൽ ആ സീറ്റ് സി.പി.എമ്മിലേക്ക് മറിയും. അപ്പോഴും കോൺഗ്രസ് ഈ മണ്ഡലം പിടിച്ചടക്കാനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്. തൃത്താലയിലേക്ക് വന്നാൽ കഴിഞ്ഞ തവണ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലമാണിത്. VT ബൽറാമും MP രാജേഷും തമ്മിലായിരുന്നു അന്നത്തെ പോരാട്ടം. ആ പോരാട്ടത്തിൽ രാജേഷ് അവിടെ വിജയിച്ചെങ്കിലും തൃത്താല മണ്ഡലം കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് മനസ്സിലാക്കി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ് അവിടെ. അടുത്തത് കോങ്ങാടും മലമ്പുഴയുമാണ്. ദീർഘകാലമായി ഈ 2 മണ്ഡലങ്ങളും CPMന്റെ കയ്യിൽ തന്നെയാണ്. കോങ്ങാട് മണ്ഡലത്തിൽ ശാന്തകുമാരിയാണ് നിലവിലെ MLA.
ഇരു മണ്ഡലങ്ങളും LDFന്റെ അപ്രമാദിത്വമുള്ളതിനാൽ UDF ഇവിടെ വലിയ പ്രതീക്ഷ വച്ചു പുലർത്തുന്നില്ല. പാലക്കാട് മണ്ഡലത്തിൽ വന്നാൽ നിലവിൽ കോൺഗ്രസിന്റെ ശക്തനായ യുവതാരം രാഹുൽ മാങ്കൂട്ടത്തിലാണ് അവിടുത്തെ MLA. പാലക്കാട് BJPക്ക് വളർച്ചയുണ്ടായ മണ്ണാണ്. അത് മുന്നിൽ കണ്ട് തന്നെയാണ് UDF കോൺഗ്രസ് പാലക്കാട് ജില്ല ലക്ഷ്യം വെക്കുന്നത്. 100 സീറ്റിന് മുകളിൽ പിടിച്ച് UDF ഭരണത്തിൽ വരാൻ വേണ്ടുന്ന ചാണക്യതന്ത്രങ്ങളെല്ലാം ഒരുക്കി കാത്തിരിക്കുകയാണ്. യുവതിയുവാക്കളെ മുൻനിരയിൽ നിർത്തി UDF കുതിച്ചു കയറുമ്പോൾ ഒരു മാറ്റത്തിന്റെ ശംഖുലിയാണ് കേരളത്തിൽ മുഴങ്ങുന്നത്. അങ്ങനെയെങ്കിൽ ടീം UDFന്റെ വിജയം സുനിശ്ചിതവുമാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.